എല്ലാ ദിവസവും അമേൻ ദൈവദാസന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ ദൈവ മക്കൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ സഭയെ മാത്രമല്ല, സഭയ്ക്ക് വെളിയിലുള്ളവർ അമേൻ ഇടിവ് നിൽക്കുകയാണ്. കൃപയാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ജനത്തിൻ്റെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും കേൾക്കാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. ഇതെല്ലാം സഭയെ ദൈവം ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒരു ഇവാൻ റോബർട്ട്സ് 5 വർഷം ദേശത്ത് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് വെയിൽസിൽ ഒരു വലിയ ഉണർവ് വെളിപ്പെട്ടത്. ആ ഉണർവിൻ്റെ ഒരു അലയൊലി ഇന്ത്യയിലോട്ട് വന്നപ്പോൾ, കേരളത്തിലോട്ട് വന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുവാനിടയായത്. ഇന്നും ഭക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മറു സൈഡിൽ കള്ളനാണയങ്ങളും അതേ ശക്തി പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ ശക്തി പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. എന്നാൽ ദൈവകൃപ പ്രാപിക്കുന്ന ദൈവജനം അവർ ദേശത്തൂടെ നടക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ദൈവം നമ്മെ ദേശത്ത് എഴുന്നേൽപ്പിച്ചത് ദേശം ദൈവത്താൽ പിടിക്കപ്പെടണം, ജനം വിടുവിക്കപ്പെടണം, ജനം രക്ഷയിലേക്ക് കടന്നു വരണം. അതിന് ദൈവസന്നിധി നമ്മൾ ആരാധിക്കുമ്പോൾ, മറു സൈഡിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി ആരാധിച്ചു. അവിടെ പാടിയവൻ്റെ ആരാധിച്ചവൻ്റെയും കെട്ട് മാത്രമല്ല പൊട്ടിയത്, ഈ പാട്ടും ഒക്കെ കേട്ടുകൊണ്ട് മറ്റ് ചില തടവുകാർ അവിടെ കിടപ്പുണ്ടായിരുന്നു, അവരുടെ കെട്ടും ദൈവം പൊട്ടിച്ചു. ഇവിടെ ആരാധിക്കുന്നവർ മാത്രമല്ല, ആരാധന ശ്രദ്ധിക്കുന്നവൻ്റെ കെട്ടും പൊട്ടും.